സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താ? കന്യാദാനം, കന്യക, സ്വയംവരം. കന്യക എന്ത് ചെയ്യുന്നു? ഒരു പുരുഷനെ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് മാലയിട്ടിട്ട് ആ വ്യക്തി എന്തായിട്ട് സ്വീകരിക്കും? ഭർത്താവായിട്ട്, ഹസ്ബൻഡായിട്ട് സ്വീകരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ നടക്കുക. അതിനുവേണ്ടി ഒരു കോമ്പറ്റീഷൻ. അതായത് മുതലകളുള്ള ഒരു കുളത്തിലൂടെ, അത് കേട്ടില്ല? ഓക്കെ, ഒരു മുതലകളുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിലൂടെ നീന്തി അപ്പുറത്തെത്തുന്ന യുവാവിന് മാത്രമേ ആരെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ? ഈ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ രാജ്യത്ത് നിന്ന് രാജകുമാരന്മാരൊക്കെ വന്നു. പക്ഷെ മുതല കിടക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ചാടാനേ പറ്റുന്നില്ല. പക്ഷെ അതിലൊരാൾ ചാടി മിടുക്കനായിട്ട് അപ്പുറത്ത് നീന്തി കടന്നിട്ട് എന്ത് ചെയ്തു? രാജകുമാരി ആ വ്യക്തിയെ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ഓക്കെ, ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പിന്നീട് ഒരു സമയത്ത് അയാളോട് ചോദിച്ചു, എടാ നീ എന്ത് വിചാരിച്ചാണ് ഈ മുതലുള്ള ഈ ഒരു കയത്തിലേക്ക് ചാടിയിട്ട് നീന്തി അപ്പുറത്ത് കടന്ന്? അത് പറഞ്ഞ് ആരോ എന്നെ തള്ളിയിട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീന്തി അപ്പുറത്ത് കടന്നു.